ജി സജിത്ത് കൂടിയുണ്ട്. സജിത്ത്, ഇപ്പോൾ PJ വിൻസെന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ശ്രീ വിൻസെന്റ്, തുടർന്നോളൂ. പാകിസ്ഥാൻ വീണ്ടും ഇരവാദവുമായി വരുന്നുണ്ടല്ലോ. ശ്രീ AK ആന്റണിയുടെ വാക്കുകൾ അത് കൃത്യമാണല്ലോ. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നതിന്റെ ആ ഒരു പരിചയ സമ്പത്ത് കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രതികരണം നൽകിയത്. ഹലോ വിൻസെന്റ്, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞു വന്നിരുന്നാണല്ലോ. അല്ല, AK ആന്റണിയുടെ പ്രതികരണം വളരെ ബഹുമാന പുരസരം ഓരോ ഇന്ത്യക്കാരും കേൾക്കേണ്ടതാണ്. കാരണം ഒരുപക്ഷെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ ഓപ്പറേഷൻസിൽ അവിടെയുള്ള സൈന്യത്തിന്റെയോ അതല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അതുപോലെ പോലീസിന്റെ ഒക്കെ വീഴ്ചകൾ ഉണ്ടായിരിക്കാം. കാരണം ഇതൊന്നും പഴുതടച്ച മുൻകരുതലുകൾ എടുക്കാൻ പറ്റുന്നതല്ലല്ലോ. മനുഷ്യനാണല്ലോ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ബോധപൂർവമായ വല്ല വീഴ്ചകൾ ഉണ്ടായോ എന്നുള്ളതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ കണക്കെടുപ്പിനുള്ള സമയമല്ല എന്ന് AK ആന്റണി വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ വേണ്ടത്. രാഷ്ട്രം ഇന്ന് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഭാരതം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ മുഴുവനും ഭീതിയിൽ ആണ്ട സമയത്ത് ഇന്ത്യയിൽ ഈ ബോർഡർ മേഖലയിൽ മാത്രമാണ് നമ്മൾ വ്യക്തമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നത്. ബാക്കി ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും വളരെ നോർമലാണ്. നമ്മൾ സൈന്യത്തിനോടൊപ്പം മാനസികമായി ഐക്യപ്പെട്ട് സർവ്വവിധ പിന്തുണയും നൽകി ശക്തമായി നിൽക്കുന്നു ഈ രാജ്യമൊറ്റക്കെട്ടായി. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഏതായാലും പിന്നെ എനിക്കുള്ള ഒരു AK ആന്റണിയുടെ ഒരു സൂചന ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്നത് ഇതൊരു തുടർച്ചയായിരിക്കും എന്നുള്ളതാണ്. ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ബലാക്കോട്ട് ആക്രമണം ബലാക്കോട്ടിൽ അറ്റാക്ക് ചെയ്തതുപോലെ ഉറിക്ക് ശേഷം പാക് അധീന കാശ്മീരിലെ ടെററിസ്റ്റ് ക്യാമ്പുകൾ ആക്രമിച്ചതുപോലെ ഒരു പരിമിതമായ സർജിക്കൽ സ്ട്രൈക്കാണ് ഭാരതം ഉദ്ദേശിച്ചതെങ്കിൽ അതിർത്തിയിലുടനീളം 3304 കിലോമീറ്ററോളം വരുന്ന അതിർത്തിയിൽ ഉടനീളം ഇത്ര വലിയ മുൻകരുതലുകളും ഡ്രില്ലുകളും ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം നാവിക സേന കടലിൽ അണിനിരന്ന് സുസജ്ജമായി അണിനിരുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടി ആയിരിക്കില്ല. കാരണം ഇത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള കണക്ക് പ്രകാരം ഭഗവൽപൂർ അത് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ടെറർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മൗലാന മസൂദ് അഷർ 1999 നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി കന്ദഹാറിൽ ഇറക്കി അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഭീകരനാണ്. 2000 അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഈ ജെയ്ഷെ ഇ മുഹമ്മദ്. ഇന്ത്യയിൽ എത്രയോ ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ്. ഈ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രം അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ജാമിയ മസ്ജിദ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ്.